നമസ്കാരം. സർപ്പദോഷ ശാന്തി എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായ വശമാണ്. സർപ്പദോഷങ്ങളുണ്ടോ എന്ന് വലിയ രീതിയിൽ പ്രശ്നം വെച്ച് നോക്കുകയും അതിനനുസരിച്ച് പരിഹാരം ചെയ്യുകയും ഒക്കെ നടക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ സർപ്പദോഷം ചിന്തിക്കേണ്ട ഇടങ്ങളെന്ന് പറയുന്നത് കാലങ്ങളായി സർപ്പക്കാവുകൾ വെച്ച് ആരാധന നടത്തി പോരുന്ന സ്ഥലങ്ങളാണ്. നിങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ ഇപ്പോൾ സർപ്പക്കാവ് ഉണ്ടോ എന്നുള്ളതൊരു പ്രധാന ചോദ്യം. ഇപ്പോൾ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ ആ സർപ്പക്കാവിലെ പൂജാതി കർമ്മങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായി നടന്നു പോകുന്നുണ്ടോ? ഇനി ഇപ്പോൾ സർപ്പക്കാവ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ മിക്കവാറും എല്ലായിടങ്ങളിലും ഏതെങ്കിലും രീതിയിലുള്ള ജ്യോതിഷ ചിന്തയും അതിനെ തുടർന്ന് പരിഹാരകർമ്മങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി നടക്കുന്ന പൂജകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിലുള്ള കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോന്നാൽ മതിയാകും. നിലവിൽ സർപ്പക്കാവ് ഇല്ലാത്ത സ്ഥലങ്ങളുടെ കാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ അവിടെ സർപ്പക്കാവ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചിന്തിച്ച് അതിലൊരു വ്യക്തത വരുത്തുകയാണ് പിന്നീട് വേണ്ടത്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സർപ്പക്കാവുകളുമായി ബന്ധമുണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് സർപ്പദോഷങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു പൂർവാപര ബന്ധം സർപ്പസാന്നിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിലേ അവിടെ ഒരു സർപ്പദോഷം വരൂ. അല്ലാതെ ചുമ്മാതെ എല്ലാവർക്കും ഒന്നും വരുന്ന കാര്യമല്ലിത്. അപ്പോൾ ഇങ്ങനെ അവ്യക്തമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഫലപ്രദമായ ഒരു അനുഷ്ഠാനമാണ് അഷ്ടനാഗേശ്വര പൂജ എന്ന് പറയുന്നത്. സർപ്പങ്ങളുടെ കുലദേവതാ ഭാവത്തിൽ വരുന്നതാണ് അഷ്ടനാഗങ്ങൾ. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ഗുളികൻ, ശംഖൻ, പത്മൻ, മഹാപത്മൻ. ഈ 8 നാഗങ്ങളെയാണ് നാഗകുലദേവതകളായി അഷ്ടനാഗങ്ങളായി ആരാധിച്ചു പോരുന്നത്. ഈ നാഗകുലദേവതകളായ 8 നാഗങ്ങളെയും അവയുടെ മുഴുവൻ അധിപനായി തിരുനാഗേശ്വരനെയും സങ്കല്പിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേകമായ പൂജാനുഷ്ഠാന പദ്ധതിയാണ് അഷ്ടനാഗേശ്വര പൂജ എന്ന് പറയുന്നത്. നടുക്ക് തിരുനാഗേശ്വരനായ സാക്ഷാൽ ശിവഭഗവാനെയും അതിന് ചുറ്റുമായിട്ട് ഈ അഷ്ടനാഗങ്ങളെയും ആവാഹിച്ച് സപരിവാര പൂജ ചെയ്യുകയാണ് ഇവിടെ പതിവുള്ളത്. അങ്ങനെ ചെയ്യുന്ന പൂജാകർമ്മത്തിലൂടെയും ആ പൂജയുടെ ഒടുവിൽ ചെയ്യുന്നതായ സമർപ്പണ കർമ്മങ്ങളിലൂടെയും തർപ്പണക്രിയകളിലൂടെയും നാഗദോഷങ്ങൾ ആ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിപൂർണമായ ശമനം വരുന്നതാണ്. നന്ദി, നമസ്കാരം.